ൾക്ക് അടിമയായതിനു ശേഷം പിന്നീട് അതിൽ നിന്നും മോചനം നേടാൻ സാധിക്കുന്നത്. അതിന് പ്രധാനപ്പെട്ട കാര്യം തിരിച്ചറിവ് അവർക്ക് ഉണ്ടാവുന്നു എന്നുള്ളതാണ്. അത്തരത്തിൽ അതിൽ നിന്നും മോചിതനായ ഒരാളാണ് എൻ്റെ കൂടെയുള്ളത്. മലപ്പുറം വളാഞ്ചേരി സ്വദേശിയായിട്ടുള്ള നിസാമിൻ്റെ അനുഭവ സാക്ഷ്യങ്ങളാണ് നമ്മളിന്ന് അറിയാൻ പോകുന്നത്. എങ്ങനെയാണ് നിസാം ഇതിലേക്ക് എത്തിപ്പെട്ടതെന്നടക്കമുള്ള കാര്യങ്ങൾ നിസാം റിപ്പോർട്ടറിനോട് വെളിപ്പെടുത്തുകയാണ്. നിസാം എങ്ങനെയാണ് ഈ MDMA ഉപയോഗിക്കുന്നതിലേക്ക് എത്തിപ്പെടുന്നത്? ഞാനൊരു 22 വയസ്സ് വരെ ഞാനൊരു സിഗരറ്റ് പോലും വലിച്ചിരുന്നില്ല. ഒരു ദിവസം 2021 ലാസ്റ്റ് സെപ്റ്റംബർ മാസത്തിൽ ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടി കോഴിക്കോട് ബീച്ച് വരെ പോയി. നാട്ടിലെ ഫ്രണ്ട്സ് തന്നെ. എനിക്ക് വണ്ടികളെ പരിപാടി എപ്പോഴും ഫ്രീ ടൈം ആയതുകൊണ്ട് ഇങ്ങനെ കറങ്ങി നടക്കണം. അന്ന് ബീച്ചിലൊരു ഞായറാഴ്ച പോയപ്പോൾ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കയ്യിൽ ഇതുണ്ടായിരുന്നു. എനിക്കറിയില്ല, MDMA സാധനം കണ്ടിട്ടില്ല അത്രയും കാലമായിട്ട്, അന്ന് കണ്ടില്ല. അങ്ങനെ ഇവരെന്നോട് പറഞ്ഞ് സമയം ഇത് ചെറിയൊരു സാധനമാണ്, ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഉപയോഗിച്ച് നോക്ക്, ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഭയങ്കര ധൈര്യകാരം, ഭയങ്കര കാര്യങ്ങൾ അങ്ങനെ ഇങ്ങനെയൊക്കെ കുറേ ക്ലാസ് എടുത്തു. അപ്പോൾ എനിക്ക് വേണ്ട എന്ന് തന്നെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷേ എനിക്ക് പിന്നെ ഇതിങ്ങനെ നിർബന്ധിച്ച് ഞാനത് ഉപയോഗിപ്പിച്ച് പറഞ്ഞാൽ ഞാൻ ഉപയോഗിച്ച് ടെസ്റ്റ് എന്നോട് പറഞ്ഞാൽ എന്താ ഇത് അഡിക്ഷൻ ആവുന്നില്ല, ഇപ്പോൾ ഉപയോഗിച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കുക, എല്ലാ കാര്യം അറിയണത് നല്ലതല്ലേ വെച്ചിട്ട് ഞാൻ ടെസ്റ്റ് ചെയ്ത് പിന്നെ അങ്ങനെ അവിടെ നാട്ടിൽ നിന്ന് എന്നോട് പറഞ്ഞ് ഇത് നമ്മൾ തമ്മിൽ 3 ആൾ മാത്രമേ അറിയുള്ളൂ, വേറെ ആരും അറിയില്ല എന്ന് പറഞ്ഞിട്ടാണ് അതൊക്കെ നടന്നു. പിന്നെ നാട്ടിൽ വന്നിട്ട് ഇവരെന്നെ അത് നാട്ടിൽ ഓരോരുത്തർ ഗ്യാങ്ങിലൊക്കെ പറഞ്ഞ് പബ്ലിസിറ്റി ആവാൻ തുടങ്ങി. പിന്നെ അത് ഉപയോഗിക്കൽ പിന്നെ എനിക്കിത് അന്ന് പിന്നെ ഉപയോഗിക്കാൻ തോന്നുകയാണ്. പിന്നെ ഇത് അഡിക്ഷൻ ആവില്ല എന്ന് വെറുതെ പറയാണ്, അഡിക്ഷനായി. ആദ്യമായിട്ട് ഞാൻ വാങ്ങിച്ചത് ഞാൻ വയനാട് പോയിട്ടത് വാങ്ങി. നാട്ടിലാരും അറിയരുത് എന്നുള്ളതിൽ വയനാട്ടിൽ പോയിട്ടാണ് ഇത് വാങ്ങിക്കുന്നത്. അത് 1500 രൂപക്ക് 0.5 എന്ന് പറയും, 1500 രൂപ അങ്ങനെ കൂടി. പിന്നെ 1500 3000 എടുക്കണില്ല. പൈസ റെഡിയാക്കി കഴിഞ്ഞാൽ പിന്നെ 12500, അത് കഴിഞ്ഞ് 25000, 10 ഗ്രാമൊക്കെ എടുക്കൽ തുടങ്ങി. പിന്നെ ഞങ്ങൾ അങ്ങനെ ഉപയോഗിച്ച് ഇങ്ങനെ ഇവൻ കച്ചവടം ചെയ്യുന്നു. പിന്നെ അങ്ങനെ ഇവൻ്റെ അടുത്ത് വരുന്ന കണക്ഷൻ എനിക്ക് ഐറ്റം അങ്ങനെ ഞങ്ങൾ കച്ചവടക്കാരനായി മാറുകയാണ്. ഇതിൻ്റെ ഫസ്റ്റ് ഘട്ടം എന്ന് പറയുമ്പോൾ നമുക്ക് ധൈര്യമായിരുന്നു. സെക്കൻഡ് ഘട്ടം എന്ന് പറഞ്ഞാൽ സംശയം വരിക. നമ്മൾ ഉപയോഗിച്ച് എനിക്കിത് പിന്നെ ഇല്ലാതെ എനിക്ക് കഴിയാതായി. കാരണം എനിക്കിത് ഉപയോഗിച്ച് ഇത് നമ്മളൊരു പൈസ കടം വാങ്ങിക്കണ പോലെയാണ് ഇത്. എന്ത് 3ാമത്തെ ഘട്ടം എല്ലാവരും പ്രശ്നങ്ങളുണ്ടാകും. ഞാൻ ഉണ്ടാക്കിയിരുന്നതാണ്. ഞാൻ 3ാമത്തെ ഘട്ടത്തിലാണ് സഞ്ചരിച്ചിരുന്നത്, അതിൽ എത്തിയിരുന്നു. 4ാമത്തെ ഘട്ടം എന്ന് പറഞ്ഞാൽ എല്ലാവരും പേടിച്ചിട്ട് നമ്മൾ വീട്ടുകാരും എല്ലാവരും പേടി, നമ്മളാരും ഇപ്പോൾ പിടിക്കുമോ, നമ്മളെ കൊല്ലാൻ വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വീട്ടുകാർക്കും നാട്ടുകാർക്കും ആർക്കും പിന്നെ വേണ്ട. അങ്ങനെ ചിന്തിച്ചിട്ടാണ് ഈ ലാസ്റ്റ് എല്ലാവരും കയറെടുക്കുക അല്ലെങ്കിൽ ബ്ലേഡ് വെക്കുക അല്ലെങ്കിൽ ട്രെയിനിൻ്റെ മുന്നിൽ പോയി നിൽക്കുക, ഒരുപാട് നടക്കുന്നത്. അതങ്ങനെയാണ്. നിസാം ഇതിൻ്റെ കുറേ കാലം വിൽപ്പനക്കാരായിരുന്നല്ലോ. ആരൊക്കെയായിരുന്നു നിസാമിൻ്റെ കസ്റ്റമേഴ്സ്? ആരൊക്കെയായിരുന്നു? അപ്പോൾ കസ്റ്റമർ പറഞ്ഞാൽ നമ്മളെ നാട്ടിലുള്ള വലിയ ഹോസ്പിറ്റലിലെ ഡോക്ടർമാർ വന്നിട്ടുണ്ട്, നഴ്സുമാർ വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഒരു പറയുമ്പോൾ ആങ്ങളെയും പെങ്ങളും ഒരുമിച്ച് വന്ന് വാങ്ങിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ആങ്ങളെ വന്ന് പിന്നെ ഞാനും ഓനും ഫ്രണ്ടായി, ഓനോ കഥകളൊക്കെ പറഞ്ഞു ഓൻ്റെ പെങ്ങളും ഓനും ഒരുമിച്ച് വന്ന് വാങ്ങിച്ചിട്ടുണ്ട്. ഹസ്ബൻഡും വൈഫും ഒരുമിച്ച് ഞാൻ അവരെ വീട്ടിൽ പോയിട്ട് എൻ്റെ കയ്യിൽ ഇതുണ്ടായാലും എവിടെ എനിക്ക് സ്വാഗതം. എന്നെ ഓരോരുത്തർ എൻ്റെ വീട്ടിൽ വന്നിട്ട് BMW ഫോർച്യൂണറിലൊക്കെ ഒന്ന് എടുത്തുകൊണ്ട് പോകും. എവിടെ നിന്നൊക്കെയാണ് നിസാം വാങ്ങിയിരുന്നത്? എവിടെ നിന്നൊക്കെയാണ്? ഞാൻ ഫസ്റ്റ് ടൈം നമ്മൾ നാട്ടിൽ എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ നാട്ടിൽ മലപ്പുറം വളാഞ്ചേരി ഭാഗത്തുനിന്നൊന്നും വാങ്ങിക്കില്ല. ഞാൻ കോഴിക്കോട്, എറണാകുളം, പിന്നെ അങ്ങനെ കോഴിക്കോട് എറണാകുളത്ത് നിന്നാണ് മെയിനായിട്ട് ഞാൻ വാങ്ങിച്ചത്. എനിക്കിത് ഇല്ലാതെ പറ്റില്ല. ഇത് ഉപയോഗിക്കണം. ഫസ്റ്റ് ഘടകം കഴിഞ്ഞ് 2ാമത്തെ ഘടകം കഴിഞ്ഞിട്ട് എനിക്കിതിങ്ങനെ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ എനിക്ക് എണീച്ച് നിൽക്കാൻ കഴിയില്ല. കാരണം അത്രയും ദിവസത്തെ ഉറക്കമാണ്. ഇന്നലെ ഉപയോഗിച്ചതിനെക്കാട്ടി ഇന്ന് ഡോസ് കൂട്ടി കൊടുക്കണം. ഇന്നലെ ഉപയോഗിച്ച സാധനത്തെക്കാട്ടി ഡോസ് കൂട്ടി കൊടുത്താലേ എനിക്കൊന്ന് എണീച്ച് ഇങ്ങനെ നിൽക്കാൻ കഴിയുള്ളൂ, അല്ലെങ്കിൽ എനിക്ക് പറ്റൂല. കാരണം അങ്ങനെയാണ്. അത്രയും ദിവസത്തെ ബാലൻസ് ഉറക്കങ്ങൾ ബാക്കി ഒരുപാട് ഉറക്കങ്ങളുണ്ടായിരുന്നു. ആ ഉറക്കങ്ങൾ ഉറങ്ങി തീർക്കാൻ പറ്റില്ല. അങ്ങനെ ഡെയിലി ഉപയോഗക്കാരനായി ഞാൻ, ഡെയിലി യൂസിങ്ങാരനായി മാറിയാണ്. നമ്മൾ രാവിലെ നമ്മൾ മരുന്ന് കഴിക്കില്ല, ഫുഡിന് ശേഷം മരുന്ന്, അതുപോലെ രാവിലെ ഫുഡ് കഴിച്ചാൽ ഞാൻ അത് ഉപയോഗിക്കും, ഉച്ചക്ക് ഫുഡ് കഴിച്ചാൽ ഉപയോഗിക്കും. പിന്നെ ഇപ്പോഴത്തെ ഇതിൽ ഞാൻ പറയും 22 വയസ്സ് വരെ ഉപയോഗിച്ചിട്ടില്ല. ഇപ്പോഴത്തെ 1 വർഷമായിട്ട് ഞാൻ നിർത്തി, ഡീഹൈഡ്രേഷൻ സെൻ്ററിൽ പോയിട്ട് നിർത്തും ചെയ്തു. പിന്നെ 23 വർഷമായി. ഈ 2 വർഷമാണ് ഞാനത് ഉപയോഗിച്ചിട്ടുള്ളൂ. 23 വർഷം ഇത് ഉപയോഗിക്കാന്ന് പറഞ്ഞാൽ എനിക്ക് ഇനി ഒന്ന് മുന്നോട്ട് പോയിക്കൂടെ? അങ്ങനത്തെ ഒരു തിരിച്ചറിവ് എനിക്ക് തോന്നി. അങ്ങനെ നിർത്തിയ ഇത് ഡീഹൈഡ്രേഷൻ സെൻ്ററിൽ പോയിട്ടോ ഒരു ഫ്രണ്ട് ഉണ്ട് 6 പ്രാവശ്യം ഡീഹൈഡ്രേഷൻ സെൻ്ററിൽ പോയത്, നിർത്തിയിട്ടില്ല. ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ ഡീഹൈഡ്രേഷൻ സെൻ്ററിൽ പോയിട്ടോ അല്ലെങ്കിൽ പോലീസുകാരോ അല്ലെങ്കിൽ വീട്ടുകാരോ നാട്ടുകാരോ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഇത് അവനാൻ തിരിച്ചറിവ് പറഞ്ഞ സംഭവം ഉണ്ടെങ്കിൽ അവനാൻ ചിന്തിക്കണം. ഇത് എന്തിന്, ഇതുകൊണ്ട് എന്ത് നേടും? ഇതുകൊണ്ട് ഒരുപാട് നേടും. നാട്ടിൽ പദവിയും സ്ഥാനം കിട്ടും. എന്ത് MDMA-കാരനാണ്. അങ്ങനെ ഒരുപാട് പേരുദോഷങ്ങൾ, ബന്ധങ്ങളൊക്കെ തെറ്റും. എനിക്ക് ആ ടൈമിൽ അറിയുമ്പോൾ ലാസ്റ്റ് ഘട്ടത്തെ ടൈമിൽ ഫസ്റ്റ് ടൈമൊക്കെ എനിക്ക് പൈസ എൻ്റെ ഫ്രണ്ട്സ് ആരോട് ചോദിച്ചാലും 1 ലക്ഷം രൂപ എനിക്ക് എൻ്റെ അക്കൗണ്ട് കിട്ടുന്നത്. ലാസ്റ്റ് പോയി 1000 പോയിട്ട് 100 രൂപ ഇട്ടില്ല. MDMA വാങ്ങാനല്ലേ എന്നുള്ള ആളായിട്ട്. അപ്പോൾ നമ്മളെന്ത് ബാക്കിയുള്ള ഉൾക്കൊണ്ടോ ഇല്ല എന്നല്ല, നമ്മളെ വീട്ടുകാർക്കും ഇതിനും വേണ്ടി ഇത്രയും കാലം ഞാൻ എൻ്റെ ഫ്രണ്ട്സിനും എനിക്കും വേണ്ടി ജീവിച്ചു. അപ്പോൾ ഇനി ഇവിടുന്ന് എനിക്കും എൻ്റെ വീടിനും നാടിനും വേണ്ടി ജീവിക്കാൻ പോകും. അപ്പോൾ ഇതൊക്കെ നിർത്തിയിട്ട്
നാട്ടിൽ ഞാൻ അങ്ങനെയാണ്. നാട്ടിലൊക്കെ ഇപ്പോൾ എല്ലാവരും മനസ്സിലാക്കി എടുത്ത് തന്നെ. ഇപ്പോൾ നാട്ടിലൊക്കെ എല്ലാവർക്കും അറിയാം ഞാൻ അതൊക്കെ നിർത്തി നല്ല കുട്ടിയായി. ഞാൻ അങ്ങനെ തന്നെ പോകണമെന്നാണ് എനിക്ക് ആഗ്രഹം. അഷ്കർ അലി നമുക്കൊപ്പം ചേരുന്നു. അഷ്കർ അലി, ഇത് ഏകദേശം 10-20 മിനിറ്റോളമുള്ള ദൈർഘ്യത്തിലുള്ള ഒരു അഭിമുഖമാണ്. ഇതിന്റെ പൂർണ്ണരൂപം റിപ്പോർട്ടർ ടിവിയുടെ ഡിജിറ്റലിൽ ഞങ്ങളുടൻ പബ്ലിഷ് ചെയ്യുന്നതാണ്. പ്രേക്ഷകർക്ക് അത് കാണാവുന്നതുമാണ്. അഷ്കർ, ഈ നിസാം പറയുന്നതിൽ നിന്ന് ഞെട്ടിക്കുന്ന 3-4 കാര്യങ്ങളുണ്ട്. 22 വയസ്സുവരെ ഒരു തരത്തിലുള്ള ദുശീലവും ഇല്ലാതിരുന്ന, ഒരു തരത്തിലുള്ള ലഹരിയും ഉപയോഗിക്കാതിരുന്ന നിസാമാണ് പിന്നീട് MDMA കൂട്ടുകാരുടെ നിർബന്ധത്തിന് വഴി ഒന്ന് ഉപയോഗിച്ചു തുടങ്ങുന്നത്. എല്ലാം അറിഞ്ഞിരിക്കേണ്ടേ എന്ന ഉപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് 0.5 വയനാട്ടിൽ പോയി വാങ്ങുന്നത് 1500 രൂപയ്ക്ക്. പിന്നീട് അങ്ങോട്ട് ഒഴിവാക്കാനാവാത്ത സ്ഥിതിയായി എന്ന് പറയുമ്പോൾ എല്ലാവരും തുടങ്ങുന്നത് ഇങ്ങനെയാണ്. പിന്നീട് അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുന്നില്ല എന്ന വലിയൊരു മെസ്സേജുണ്ട്. 2, ഡോക്ടർമാരും ദമ്പതികളും അടക്കമുള്ളവര്, പെൺകുട്ടികളടക്കമുള്ളവര് ഇത് വാങ്ങുകയും ഇടനിലക്കാരായി പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ പ്രായഭേദമന്യേ സമൂഹത്തിലെ വ്യത്യസ്ത മേഖലകളിൽ പണിയെടുക്കുന്ന ആളുകളടക്കം വ്യാപകമായി ഇത് ഉപയോഗിക്കുന്നുണ്ട് തുടങ്ങിയ കാര്യങ്ങളാണല്ലോ നിസാം പറയുന്നത്. നിസാം പറയുന്നതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തൊക്കെയാണ് അഷ്കർ അലി? അരുൺ, ഘട്ടം ഘട്ടമായി പറഞ്ഞു വരികയാണെങ്കിൽ ഇത് തുടങ്ങുന്നത് എവിടെ എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. അതിന് പ്രധാനപ്പെട്ട ഉത്തരമായി നിസാം പറയുന്നത് നിങ്ങളുടെ കൂട്ടുകെട്ടുകളാണ് എന്നുള്ളതാണ്. അന്ന് വരെ ഒരു സിഗരറ്റ് പോലും വലിക്കാത്ത നിസാമിനെ ആദ്യമായി MDMA ഉപയോഗിക്കാൻ നിർബന്ധിപ്പിക്കുന്നതും പ്രേരിപ്പിക്കുന്നതും നിസാമിൻ്റെ തന്നെ സുഹൃത്തുക്കളാണ്. അവരുടെ നിർബന്ധത്തിന് വഴങ്ങി ആദ്യമൊക്കെ എതിർപ്പ് അറിയിച്ചെങ്കിൽ പോലും ഒരു ഘട്ടത്തിൽ കോഴിക്കോട് ബീച്ചിൽ വെച്ചാണ് ഇത്തരത്തിൽ സുഹൃത്തുക്കളുടെ നിർബന്ധത്തിന് വഴങ്ങി ആദ്യമായി ഈ MDMA എന്ന് പറയുന്ന ഈ രാസലഹരി നിസാം ഉപയോഗിക്കുന്നത്. പക്ഷേ ഇതിൽ ഏറ്റവും വലിയ ഒരു അപകടം എന്ന് പറയുന്നത് ഒരു തവണ ഉപയോഗിക്കുന്നതോട് തന്നെ പിന്നീട് അത് ഉപയോഗിക്കാനുള്ള താല്പര്യം അത് ഉപയോഗിക്കുന്നതിൽ ഉണ്ടാകുന്നു. സ്വാഭാവികമായും അവർ അതിൻ്റെ അടിമകളായി മാറുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഒരു അടിമയായി 2 വർഷത്തോളം MDMAക്ക് അടിമയായി ജീവിച്ച വ്യക്തിയാണ് നിസാം. അതുകൊണ്ട് നിസാം പറയുന്ന ആദ്യത്തെ കാര്യം, കൂട്ടുകെട്ടുകളിൽ നിന്നുള്ള ഒരു നിമിഷത്തെ അവരുടെ പ്രേരണയ്ക്ക് വഴങ്ങി, നിർബന്ധത്തിന് വഴങ്ങി നിങ്ങൾ ഒരു തവണ പോലും ഇതിന് ഉപയോഗിക്കാൻ ശ്രമിക്കരുത്. അങ്ങനെ ഉപയോഗിച്ചാൽ നിങ്ങൾ എത്തിപ്പെടുന്നത് വലിയ ചതിക്കുഴിലാണ് എന്നുള്ളതാണ്. രണ്ടാമത്തേത്, ഉപയോഗിക്കുന്നവർ കടന്നു പോകുന്ന പല ഘട്ടങ്ങളിലൂടെയാണ്. ഒന്നാമത്തെ ഘട്ടം, ഇതിന് 4 ഘട്ടങ്ങളായി തന്നെ നിസാം തന്നെ വേർതിരിച്ച് പറയുന്നുണ്ട്. ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത് ഇത് ഉപയോഗിക്കുന്നവർക്ക് ഒരു അസാമാന്യ ധൈര്യം അവർ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ആദ്യ ഘട്ടത്തിൽ വല്ലാതെ ധൈര്യം അനുഭവിക്കുന്നതോടെ തന്നെ തുടർച്ചയായി ഇവർ അത് വലിയ തോതിൽ ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ധൈര്യത്തിന് ശേഷം പിന്നീട് രണ്ടാമത് ഇവർ പോകുന്ന ഘട്ടം എന്ന് പറയുന്നത് ഇവർ സംശയ രോഗത്തിന് അടിമകളാവുന്നു എന്നുള്ളതാണ്. വലിയ തോതിൽ കുടുംബങ്ങളെ ബാധിക്കുന്ന, അവരുടെ ജീവിത സാഹചര്യങ്ങൾ തന്നെ തകർക്കുന്ന, സ്വന്തം സുഹൃത്തുക്കളെയും സ്വന്തം രക്ഷിതാക്കളെയും സ്വന്തം ഭാര്യയെയും മക്കളെയും വരെ സംശയിക്കുന്ന ഒരു വലിയ സംശയ രോഗത്തിന് ഇവർ അടിമകളാവുന്നു എന്നുള്ള ആ സംശയ രോഗത്തിന് അടിമകളാകുന്നതോടെ തന്നെ ഇവരുടെ ചുറ്റുപാടുമായുള്ള ഇവരുടെ ബന്ധങ്ങളെ, കുടുംബങ്ങളെയൊക്കെ തന്നെ അത് ശിഥിലമാക്കുന്നു. മൂന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ഈ ആദ്യ ഘട്ടത്തിൽ ഇവരുടെ ധൈര്യവും രണ്ടാമത്തെ സംശയങ്ങളും കഴിഞ്ഞ ശേഷം മൂന്നാമത് ഇവർ ഘട്ടത്തിലേക്ക് എത്തുന്നത് ഇവർ വലിയ പ്രശ്നക്കാരായി മാറുന്നു എന്നുള്ള. ഈ പ്രശ്നക്കാർ എന്ന് പറയുമ്പോൾ ഒരു നിസ്സാരമായിട്ടുള്ള പ്രശ്നക്കാരല്ല, ഒരു സാമൂഹ്യ വിപത്തായി തന്നെ അവർ മാറുന്നു എന്നുള്ളത്. അത്തരമൊരു അക്രമവാസനയിലേക്ക് അവർ പോകുന്നു എന്നുള്ളതാണ്. അവർക്ക് കണ്ണിൽ കണ്ടതെല്ലാം തല്ലി പൊട്ടിക്കാൻ തോന്നുന്ന ചിന്തകളിലേക്ക് അവരെ തള്ളിയിടുന്നു. നിസാം അടക്കം പറഞ്ഞ പലപ്പോഴും താൻ തന്നെ അക്രമാസക്തരാവുന്നുണ്ട്. തൻ്റെ സുഹൃത്തുക്കളടക്കം പലരും വീടുകളിൽ പോയാൽ അവരുടെ വീടുകളുടെ റൂമുകൾക്ക് ജനലുകളില്ല, അവരുടെ അലമാരകൾക്ക് കണ്ണാടികളില്ല. അതെല്ലാം തന്നെ പല ഘട്ടങ്ങളിൽ ഇവർ തകർത്ത് കളയുന്നു. അത്തരത്തിലുള്ള ഒരു അപകടകരമായ ഒരു അവസ്ഥയിലേക്ക്, അക്രമവാസനയിലേക്ക് ഇവരെത്തുന്നു. നാലാമത്തെ ഘട്ടം എന്ന് പറഞ്ഞ് ഇതിനടിമയായി ഇത് ഉപയോഗിച്ച് ഇവരുടെ ശാരീരികമായിട്ടുള്ള ഇവരുടെ ആരോഗ്യം നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി അവരെ ഒരു ഭയം പിടികൂടുന്ന അവസ്ഥയാണ്. ഈ ഭയത്തിലൂടെ പിന്നീട് ഇവർ പലപ്പോഴും പല തോന്നലുകൾക്ക് വിധേയമാവുന്നു. അങ്ങനെ ആരൊക്കെ തന്നെ പിടിക്കാൻ വരുന്നുള്ളൂ, അല്ലെങ്കിൽ തൻ്റെ സുഹൃത്തുക്കൾ പോലും തന്നെ ഒറ്റാൻ ശ്രമിക്കുന്നു എന്നുള്ള അത്തരം ഭീതിജനകമായ ഒരു അവസ്ഥയിലൂടെ കടന്നുപോയി അവസാനം ഇവർ അഭയം തേടുന്നത് മരണത്തിലേക്കാണ് എന്നുള്ളതാണ്. മരണമല്ലാതെ തനിക്കിനി ഒരു രക്ഷയില്ല, തനിക്കൊരു മോചനമില്ല എന്നുള്ള ചിന്താഗതിയിലേക്ക് എത്തി പലരും ഇത്തരത്തിൽ മരണത്തിൽ ഇവരുടെ ജീവിതം ഒടുക്കുന്നു. അതൊരു കഷ്ടം ബ്ലേഡ് കൊണ്ടോ ഇല്ലെങ്കിൽ ട്രെയിനിന് മുമ്പിൽ ചാടിയോ വാഹനങ്ങൾ കൊണ്ടുപോയി പലയിടങ്ങളിൽ കൊണ്ടുപോയി ഇടിപ്പിച്ചുമൊക്കെ തന്നെ ഇവരുടെ തന്നെ പല സുഹൃത്തുക്കളും മരണത്തിലേക്ക് മനോനില തെറ്റി അഭയം തേടുന്ന ഗതികേടിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. ഒരു MDMA ഉപയോഗിക്കുന്ന ആളുകൾ കടന്നു പോകുന്ന അവസ്ഥാന്തരങ്ങളാണത്. ഇതിനെ തന്നെ ഇവരുടെ ഭാഷയിൽ പറയുന്ന പല പ്രയോഗങ്ങളുമുണ്ട്. വിചിത്ര നാമങ്ങളുടെ ഒരു ലോകം കൂടിയാണ് ഈ MDMAയുടെ ലോകം എന്ന് പറയുന്നത്. ഈ MDMAക്ക് തന്നെ ഇവർ പറയുന്ന പേരുകൾ കല്ലെന്ന് പറയുന്നവരുണ്ട്, മെത്ത് എന്ന് പറയുന്നവരുണ്ട്, എന്ന് പറയുന്നവരുണ്ട്, പവർ എന്നും പവരേഷ് എന്നും അങ്ങനെ പല പ്രയോഗങ്ങൾ അറിയപ്പെടുന്നതുണ്ട്. ഇവരുടെ അവസ്ഥകൾക്ക് പോലും ഇവർ പറയുന്ന പേരുകളുണ്ട്. ഡാർക്ക് അടിക്കുക, നെഗ് അടിക്കുക, ആഫ്റ്റർ അടിക്കുക എന്നുൾപ്പെടെയുള്ള പല പ്രയോഗങ്ങൾ. അഥവാ ഒരു ഘട്ടത്തിൽ
ഇത് ഉപയോഗിച്ച് ബോധമില്ലാതാകുന്ന ഒരവസ്ഥ, അത് നെഗറ്റീവ് അടിക്കുക എന്നുള്ളതിന് ചുരുക്കി പറയുകയാണ് നെഗ് അടിക്കുക എന്നുള്ളത്. പിന്നെ അതിന് ആദ്യഘട്ടത്തിൽ അത് ഡാർക്ക് അടിക്കുകയാണെങ്കിൽ പിന്നീട് അത് ഇറങ്ങി ഓടുന്ന അവസ്ഥ, ലഹരി ഉപയോഗിച്ച് MDMAക്ക് അടിമയായി അത് ഉപയോഗിച്ച് ഒരു ഘട്ടത്തിൽ നിയന്ത്രണം വിട്ട് റോഡിലൂടെ ഇറങ്ങി ഓടുന്ന അവസ്ഥ, വാഹനം കൊണ്ടുപോയി ഇടിപ്പിക്കുന്ന അവസ്ഥ, അത്തരം അവസ്ഥയിലേക്കാണ് ഈ നെഗ് അടിച്ചെലുത്തുന്നത്. എന്നാൽ ആഫ്റ്റർ അടിക്കുക എന്ന് പറയുമ്പോൾ സ്വബോധം നഷ്ടപ്പെട്ട് ലഹരിയുടെ ഒരു ആദ്യത്തെ ഘട്ടത്തിൽ ആവേശം തീർന്ന് പിന്നീട് അത് സ്വബോധം നഷ്ടപ്പെട്ടു ഒരു മയക്കത്തിലേക്ക് പോകുന്ന ഒരു അവസ്ഥയാണ് ഈ ആഫ്റ്റർ അടിക്കുക. അങ്ങനെ പല അവസ്ഥാന്തരങ്ങളിലൂടെ ഇവർ കടന്നു പോവുകയാണ്. പിന്നീടാണ് ഇവർക്ക് ആദ്യഘട്ടത്തിൽ സുഹൃത്തുക്കളുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് ലഹരി ഉപയോഗിക്കാൻ ഇവർ തുടങ്ങുന്നതെങ്കിൽ പോലും പിന്നീട് ഇത് കിട്ടാൻ സുഹൃത്തുക്കളിൽ നിന്ന് ഒരിക്കലും ഇത് സൗജന്യമായി കിട്ടാത്ത അവസ്ഥയിലേക്ക് ഇവർ പോകും. കാരണം 600-1000 രൂപയ്ക്കാണ് ബംഗളൂരുവിലൊക്കെ ഇത് വിൽക്കുന്നതെങ്കിൽ ഇവിടെ കേരളത്തിൽ ഇത് വിൽക്കുന്നത് 1500-നും 2000-നും 3000-നും ഒക്കെയാണ്. ഒരു ഗ്രാമിന്റെ വിലയാണ് 3000 എന്ന് പറയുന്നത്. അത് ഇവർക്ക് ഒരു പക്ഷേ ഒരു ദിവസത്തിന് പോലും തികയാത്ത അവസ്ഥയിലേക്ക് എത്തുന്നു. അപ്പോൾ ഇതിന് പണം കണ്ടെത്തുക എന്നുള്ള ആവശ്യം ഇവർക്ക് എത്തുന്നു. ഈ പണം കണ്ടെത്താൻ വേണ്ടി ഈ MDMA ഇവരെ ക്രിമിനലുകളാക്കി മാറ്റുന്നു എന്നുള്ളതാണ് അതിൽ ഏറ്റവും വലിയ അപകടം. ഈ പണം കണ്ടെത്താൻ വേണ്ടി എന്തും ചെയ്യുക എന്നുള്ള രീതിയിലേക്ക് ഇവർ പോകുന്നു. ഇവരുടെ തന്നെ സുഹൃത്തുക്കളായിട്ടുള്ള നിസാമിന്റെ അടക്കം സുഹൃത്തുക്കളായിട്ടുള്ള അല്ലെങ്കിൽ ഇത്തരത്തിൽ MDMA ഉപയോഗിക്കുന്ന പലരും ഇപ്പോൾ ചെയ്യുന്നത് മോഷണവും അതുപോലെ തന്നെ പോക്കറ്റ് അടിയും ഉൾപ്പെടെയുള്ള കുറ്റകൃത്യങ്ങളാണ്. അതിനുവേണ്ടി ആരെ ഭീഷണിപ്പെടുത്തി പണം തട്ടാനും ഇവർ തയ്യാറാണ്. പലരും ഇപ്പോൾ ചെയ്യുന്ന പ്രധാനപ്പെട്ട ഹോബി എന്ന് പറയുന്നത് നിർത്തിയിട്ട വാഹനങ്ങളുടെ ബാറ്ററി അടക്കം ഊരിക്കൊണ്ടുപോയി വിൽപ്പന നടത്തിയിട്ട് പോലും പണം കണ്ടെത്തുന്ന ആളുകളുണ്ട്. പലരിൽ നിന്ന് വാഹനങ്ങൾ വാങ്ങി അത് മറിച്ച് വിറ്റും പണയം വെച്ചും പണം കണ്ടെത്തുന്ന ആളുകളുണ്ട്. അങ്ങനെ ഏത് വിദ്യനെയും ഈ ലഹരി ഉപയോഗിക്കാൻ പണം കണ്ടെത്തുക എന്നുള്ള ഒരു മനോനിലയിലേക്ക് എത്തുന്നു. അതിനെ വീട്ടുകാരെ ആക്രമിച്ചിട്ടാണെങ്കിലും അതിന് പണം കണ്ടെത്തുക എന്നുള്ള അവസ്ഥയിലേക്ക് അവർ എത്തുന്നു. അപ്പോൾ അതിനുവേണ്ടി കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന അവസ്ഥയിലേക്ക് പോകുന്നു. അങ്ങനെയാണ് ഇവർ വിൽപ്പനക്കാരായി മാറുന്നത്. പലപ്പോഴും ഇതിൽ വിൽപ്പന നടത്തുന്ന ആളുകൾ പലരും ലക്ഷ്യം വെക്കുന്നത് ഇതിൽ വിൽപ്പന നടത്തുന്നതിനുള്ള പണം സമ്പാദിച്ച് തങ്ങൾക്ക് ഉപയോഗിക്കാനുള്ള MDMA കൂടി കരസ്ഥമാക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടിയാണ് ആദ്യഘട്ടത്തിൽ ഇവർ ചില്ലറ വിൽപ്പനക്കാരാവുന്നത്. എന്നാൽ ഇതിൽ ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന കാര്യം ഈ നിസാം തന്നെ വെളിപ്പെടുത്തുന്നത് ഈ വിൽപ്പനക്കാരിലും ഉപയോഗിക്കുന്നവരും വലിയ അളവിൽ പെൺകുട്ടികളുണ്ട് എന്നതാണ്. പെൺകുട്ടികൾ ഗ്രൂപ്പുകളായി ചേർന്ന് തന്നെ ഇത്തരത്തിൽ ലഹരി ഉപയോഗിക്കുകയും ഇതിന്റെ ഇടനിലക്കാരായി വിൽപ്പനക്കാരായി സജീവമായി നിൽക്കുന്നു എന്നുള്ളതാണ്. നിസാം തന്നെ ആദ്യഘട്ടത്തിൽ നാട്ടിൽ നിന്ന് സുഹൃത്തുക്കൾ വഴി ഉപയോഗിച്ചിരുന്ന നിസാം പിന്നീട് ഒരിക്കലും നാട്ടിൽ നിന്നും ഇത് വാങ്ങുന്നില്ല. ഏറ്റവും കൂടുതൽ നിസാം ഈ MDMA വാങ്ങുന്നത് കോഴിക്കോട് നിന്നും വയനാട്ടിൽ നിന്നുമാണ്. വലിയ അളവിൽ ക്വാണ്ടിറ്റി ആവശ്യമായി വന്നപ്പോൾ ബംഗളൂരുവിൽ പോയിട്ടാണ് പിന്നീട് ഏറ്റവും വലിയ അളവിൽ നിസാം ലഹരി വാങ്ങുന്നത്, അഥവാ ഈ MDMA വാങ്ങുന്നത്. അഥവാ അതില്ലാതെ കഴിയാത്തൊരവസ്ഥയിലേക്ക് ഇതിൽ ഏറ്റവും പ്രത്യേകതയായി ഇല്ലെങ്കിൽ ഒരു അപകടമായി നിസാം തന്നെ ചൂണ്ടിക്കാണിക്കുക. ഇന്ന് ഞാൻ ഉപയോഗിക്കുന്നത് 0.5 ആണെങ്കിൽ നാളെ എനിക്ക് അതിനേക്കാൾ കൂടിയ അളവിൽ വേണം, 1 ഗ്രാം വേണം, മറ്റൊന്ന് അളവുമ്പോൾ അതിനേക്കാൾ കൂടിയ അളവിൽ വേണം. ഓരോ ദിവസവും ഇതിന്റെ അളവ് കൂട്ടിക്കൊണ്ടിരുന്നാൽ മാത്രമേ തനിക്ക് അതിന്റെ മത്ത് അതിന്റെ യഥാർത്ഥ അവസ്ഥയിൽ അനുഭവിക്കാനാവുന്നത് എന്നുള്ള ഒരു അപകടമുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ മാരകമായ അളവിലേക്ക് ലഹരി ഉപയോഗിക്കാൻ ഈ ലഹരിക്ക് അടിമകളായ ആളുകൾ നിർബന്ധിതരാകുന്നു. അത്തരം ഒരു അപകടകരമായ അവസ്ഥയിലേക്കും അവർ പോകുന്നുണ്ട്. ഇതിന്റെ കസ്റ്റമേഴ്സ് എന്ന് പറയുന്നവർ പോലും നമ്മൾ ചിന്തിക്കാൻ പോലും കഴിയാത്ത ആളുകളാണ് ഇതിന്റെ കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത്. ഒന്ന്, ഇപ്പോൾ മലപ്പുറം ജില്ലയിൽ തന്നെയുള്ള പല പ്രമുഖ ആശുപത്രികളിലും പ്രമുഖരായ ഡോക്ടർമാർ പോലും തന്റെ കസ്റ്റമേഴ്സ് ആയിരുന്നു എന്നാണ് നിസാം വെളിപ്പെടുത്തുന്നത്. അവിടുത്തെ നേഴ്സുമാർ മുതൽ അമ്മ അഥവാ 2 കുട്ടികളുടെ അമ്മയായിരുന്ന വനിത ഉൾപ്പെടെ തന്റെ കസ്റ്റമേഴ്സ് ആയിരുന്നു. ഭാര്യയും ഭർത്താവും അടക്കം ഒന്നിച്ച് വന്ന് തന്നിൽ നിന്നും MDMA വാങ്ങി അവർ ഒരുമിച്ച് ഉപയോഗിക്കുന്നതിന്, അവരെ വീട്ടിലെ അതിഥിയായി ഞാൻ മാറുന്നതിന് എൻ്റെ MDMA വിൽപ്പന മാറി എന്നുള്ളതാണ് നിസാമിന്റെ വെളിപ്പെടുത്തൽ. അതിനപ്പുറത്തേക്ക് ഒരു അച്ഛനും മകനും ഒരു വീട്ടിൽ നിന്ന് തന്നെ വന്ന് അവർ പരസ്പരം അറിയുന്നില്ലെങ്കിൽ പോലും അവർ ഒരു വീട്ടിൽ നിന്ന് വന്ന് നിസാമിന്റെ പക്കൽ നിന്നും MDMA വാങ്ങുന്ന അവസ്ഥയുണ്ടായി. സഹോദരനും സഹോദരിയും ഒരുമിച്ച് ഒരു ഇരുചക്ര വാഹനത്തിലെത്തി നിസാമിന്റെ അടുക്കൽ നിന്ന് MDMA വാങ്ങുന്ന അവസ്ഥയുണ്ട്. അത്തരത്തിൽ നമ്മളെ പോലും അത്ഭുതപ്പെടുത്തുന്ന ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് നിസാം നടത്തുന്നത്. അരുൺ, അഷ്കർ, വലിയ വെളിപ്പെടുത്തലുകളാണ്. പ്രേക്ഷകർ അറിഞ്ഞിരിക്കേണ്ട, രക്ഷിതാക്കൾ അറിഞ്ഞിരിക്കേണ്ട, പൊതുസമൂഹം അറിഞ്ഞിരിക്കേണ്ട വെളിപ്പെടുത്തലുകളാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് അഷ്കർ പറഞ്ഞതുപോലെ ഇതിന്റെ അവസ്ഥകളാണ്. എത്ര മാരകമായ അവസ്ഥയാണ് എന്നുള്ളതാണ് അഷ്കർ നിസാമിൽ നിന്ന് വായിച്ചെടുത്തത്. നോക്കൂ, ആദ്യം ഒരു വല്ലാത്ത ധൈര്യം കിട്ടും MDMA ഒക്കെ ഉപയോഗിക്കുന്ന ആളുകൾക്ക്. ആ ധൈര്യം കാരണം പല സാഹസിക പ്രവൃത്തികളും ചെയ്യാനുള്ള ഒരു ആവേശമുണ്ടാവും. വളരെ പെട്ടെന്ന് ആ ധൈര്യം സംശയത്തിലേക്ക് വഴിമാറും. ചുറ്റുപാടുമുള്ളവരെ പതുക്കെ സംശയിച്ചു തുടങ്ങും. സംശയിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ മൂന്നാമത്തതൊരു വിഡ്രോവൽ സിംറ്റം പോലെ തിരുവുന്ന അവസ്ഥയിലേക്ക് എത്തും. ആ അവസ്ഥ കുറച്ചുകൂടി അപകടകരമായ അവസ്ഥയാണ്. എല്ലാത്തിനെയും ഭയന്നു തുടങ്ങുന്ന അവസ്ഥയുണ്ടാവും. ആരോ തന്നെ എപ്പോഴും നിരീക്ഷിക്കുന്നു, ഇപ്പോൾ തന്നെ പിടികൂടും, തന്റെ ജീവിതം തകർന്നുപോയി. ഏറ്റവും ഒടുവിൽ നിരാശയുടെ ഡിപ്രഷന്റെ അവസ്ഥയിലേക്ക് പോവുകയും മരണത്തിൽ അഭയം പ്രാപിക്കുകയും ചെയ്യും. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, MDMA ഉപയോഗിച്ചു തുടങ്ങിയാൽ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള സാധ്യത 10% താഴെ മാത്രമാണ്. നിലവിലുള്ള കണക്കുകൾ പ്രകാരം അങ്ങനെയാണെന്ന് നമ്മളോട് പറയുന്നത്. ഉപയോഗിച്ച നിസാം തന്നെ പറയുന്നു,
പലതവണ ഡി അഡിക്ഷൻ സെന്ററിൽ പോയിട്ടും നമ്മുടെ ആഷിഖിനെയൊക്കെ പോലെ തിരികെ വീണ്ടും ഇതുപയോഗിച്ചു തുടങ്ങുന്ന അവസ്ഥയിലേക്ക് എത്തുന്നു. മാനസിക വിഭ്രാന്തിയിലേക്ക് പോകുന്ന അവസ്ഥയുണ്ടാവുന്നു. നരകതുല്യമായി തീരുന്നു. മുന്നിൽ നിൽക്കുന്നത് അമ്മയാണോ, സഹോദരിയാണോ, ഭാര്യയാണോ എന്ന് തിരിച്ചറിയാനാവാത്ത അവസ്ഥയിലേക്കെത്തും. അവരെ സംശയിച്ചു തുടങ്ങുന്ന അവസ്ഥയിലേക്കെത്തും. പിന്നീടെല്ലാം കലിയായി അവരോട് ദേഷ്യം പ്രകടിപ്പിച്ച് വയലൻസിലേക്ക് പോകുന്ന ഘട്ടമുണ്ടാവും. MDMA ഉപയോഗിക്കുന്ന പലരുടെയും വീടുകളിൽ ആ വയലൻസ് അവർ പ്രകടിപ്പിച്ചു തുടങ്ങുന്നതിന്റെ 4ാം ഘട്ടത്തിലാണ്. അങ്ങനെ ആ ജീവിതം നരകപൂർണമായി തീരും. ഡോക്ടർമാരും നഴ്സുമാരും സമൂഹത്തിലെ പല ഉന്നത മേഖലകളിലുള്ളവരും ഈ MDMA യുടെ അഡിക്റ്റായി